ഗെറ്റ് റെഡി വിത്ത് ആസ്. ഇന്ന് ഞാൻ ഐഷുക്കുട്ടിയും കൂടി ഐഷുക്കുട്ടിയുടെ ഹെയർ സ്റ്റൈലൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെയർ കട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഐഷുക്കുട്ടീനെ റെഡിയാക്കി. ഐഷുക്കുട്ടി എൻ്റെ ലിപ്സ്റ്റിക്ക് കണ്ട്. അപ്പോൾ ഞാൻ ഐഷുക്കുട്ടിക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ആ മേളിൽ ആ ഒരു സ്റ്റീൽ പോർഷൻ വെച്ചിട്ട് ചുമ്മാ ആക്ഷൻ കാണിച്ച്. പക്ഷേ ഐഷുക്കുട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് ഇങ്ങനൊന്നല്ല മമ്മി. അപ്പോൾ എനിക്ക് ആ ഡയലോഗ് കണ്ടോ ഓർമ്മ വന്നത്, ഇങ്ങനൊന്നും അല്ലടാ അത് തന്നെ. പിന്നെ വീണ്ടും ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു. ഒരു രക്ഷയില്ല. ലാസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കേണ്ട വന്നവൾക്ക്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ റെഡിയായി. ഞാനും റെഡിയായി, ഐഷുക്കുട്ടിയും റെഡിയായി. ഓക്കെ, നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണേ. ഓക്കെ, നമ്മൾ റെഡിയായി. നമ്മൾ ഊബർ ഓട്ടോയിലാണ് പോണത്. ഞാനും ഐഷുക്കുട്ടിയും എൻ്റെ സിസ്റ്ററും കൂടിയാണ് പോണത്. നമ്മൾ ആലുവയിലുള്ള ഒരു സലൂണിലാണ് പോണത്. പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ആലുവ പെരുമ്പാറുള്ളവർക്കും അല്ലാത്തോ എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഒരു സലൂൺ. ട്രൈബൽ സലൂൺ നല്ല അടിപൊളി സലൂണാണ്. അവരുടെ വർക്കും അവരുടെ ഒരു സർവീസും അവരുടെ സ്റ്റാഫ് അവരുടെ ഒരു ബിഹേവിയറും എല്ലാം നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഐഷുക്കുട്ടീനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഹെയർ കട്ടിന്. ജസ്റ്റ് ടിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അന്ന് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ച ഐഷുവിൻ്റെ ഹെയർ സ്റ്റൈൽ നമ്മൾ പിൻട്രസ്റ്റിൽ കണ്ടേക്കണ ഒരു മോഡലാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇങ്ങനെ കണ്ടേക്കണം. പക്ഷേ വിചാരിച്ച് ഓ പെൺകുട്ടിയല്ലേ വേണ്ട, ചുമ്മാ അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ച്. പിന്നെ കണ്ട് ഒരു ആഗ്രഹം, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ നമ്മളെ അങ്ങനെ മക്കളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹെയർ കട്ടിൽ ജസ്റ്റ്. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ബോയ് ലുക്ക് തോന്നുമെങ്കിലും പക്ഷേ ഹെയർ അത് ഓപ്പൺ ചെയ്തിടുമ്പോൾ പിന്നെ നോർമൽ ഹെയർ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ആ ഒരു ഹെയർ കട്ട് എന്തായാലും കാണില്ല. പക്ഷേ നമ്മൾ ജസ്റ്റ് പുട്ടപ്പ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കുഴപ്പമില്ലാതെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഇല്ല അനങ്ങാൻ തുടങ്ങി വെച്ചാൽ അവർക്ക് ആ ഒരു ഹെയറിൽ ആ ഒരു പാറ്റേൺ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടി അനങ്ങാതിരിക്കണമല്ലോ. പിന്നെ കുറച്ച് നേരം ഫോൺ കൊടുക്കേണ്ട വന്ന ആളുടെ കയ്യിൽ പിന്നെ കൊടുത്ത്. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ ഹെയർ കട്ടൊക്കെ ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഐഷുവിനെ എടുത്തിട്ട് എടുക്കാമായിരുന്നു കേട്ടോ അവിടെ. ഐഷുവിൻ്റെ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ.